ഹേ എവരി വൺ, നമസ്കാരം. കിയാറ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ഓക്ലൻഡിലുള്ള മൊട്ടാറ്റിൽ ഒരു ക്രിസ്മസ് പരിപാടി കാണാനും പിന്നെ അവർക്കൊരു സീനിക് ട്രാം റൈഡും ഉണ്ട്, അതിൽ കയറാൻ കൂടിയാണ്. മൊട്ടാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിയം ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് ടെക്നോളജി എന്നാണ്. ഇവിടെ പഴയ കാറിൻ്റെയും ബസ്സിൻ്റെയും പ്ലെയിൻ്റെയും ട്രാംസിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഓക്ലൻഡിൽ പിന്നെ എന്ത് പരിപാടി നടന്നാലും നല്ല അടിപൊളി തിരക്കാണ്. അത് നമ്മൾ നേരത്തെ കണ്ടതുകൊണ്ട് കുറച്ച് ദൂരെ ഒരിടത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. എത്തിയപ്പോൾ തന്നെ കണ്ടത് നല്ല കിടിലൻ ക്യൂ ആണ്. ഗേറ്റ് തുറക്കുന്നതിൻ്റെ ഒരു 40 മിനിറ്റ് മുന്നെയാണ് നമ്മളെത്തിയത്. എന്നിട്ടും ഇത്രയും വലിയ ക്യൂ. എന്തായാലും ഇത്ര നേരം ക്യൂ നിന്ന് വെറുക്കണ്ടെന്ന് കരുതി നമ്മൾ അടുത്തൊക്കെ ഒന്ന് കറങ്ങാൻ തീരുമാനിച്ചു. തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കും ലേക്കും ഉണ്ട്, അങ്ങോട്ട് തന്നെ പോകാമെന്ന് വെച്ചു. ഈ തിരക്കിനിടെ കയറുന്നതിന് മുന്നേ കുറച്ച് സമാധാനമാവല്ലോ. പോകുന്ന വഴിക്ക് മ്യൂസിയത്തിൻ്റെ ബിൽഡിങ്ങും ട്രാം പോകുന്ന ട്രാക്കുകളും പിന്നെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ടു. പാർക്കിലെത്തിയപ്പോൾ തന്നെ അവിടെ ഒരു ബെഞ്ചിൽ കുറച്ച് നേരം ഇരുന്നു. ഇവിടെ ഇരുന്ന് നല്ലൊരു കാഴ്ചയുണ്ട്. നല്ലൊരു മരവും അതിൻ്റെ താഴെ ഒരു ക്യൂട്ട് ടെൻറ്റും. ആരോ അതിൻ്റെ ഉള്ളിൽ ടെൻ്റ് അടിച്ച് ഇവിടെ റിലാക്സ് ചെയ്യുകയാണ്. നല്ല പീസ്ഫുള്ളായിട്ടൊരു സൈറ്റാണിത്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന ശേഷം നമ്മൾ ലേക്കിനടുത്തോട്ട് നടക്കാൻ തീരുമാനിച്ചു. ഫാമിലിയായിട്ട് ഇവിടെ വരുന്നവരുണ്ട്, ഓടാൻ വരുന്നവരുണ്ട്, പിന്നെ ഒരുപാട് കുട്ടികളും കളിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുമ്പോഴാണ് നമ്മളൊരു ഭംഗിയുള്ളൊരു കാഴ്ച കാണുന്നത്. വെള്ളത്തിലൊരു കൂടും അതിൻ്റെ മുകളിലൊരു ബേർഡും. കൂട്ടിൽ കുട്ടികളുണ്ടെന്നാണ് തോന്നുന്നത്. അതിൻ്റെ പാർട്ട്ണർ ഇടയ്ക്ക് ഫുഡ് കൊണ്ട് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് വീണ്ടും വെള്ളത്തിലേക്ക് പോകും. നല്ല രസമുള്ള കാഴ്ചയാണ്. ഇവിടെ ഒരുപാട് ബേർഡ്സ് ഉണ്ട്. അതിലൊന്നാണ് ഈ കാണുന്ന ഓസ്ട്രേലിയൻ കൂട്ട്. ഡാർക്ക് ഗ്രേ കളറുള്ളൊരു ഡക്ക്, നമ്മുടെ താറാവിനെ പോലുള്ളൊരു പക്ഷിയാണ്. പക്ഷേ താറാവിൻ്റെ ഫാമിലിയിൽ വരുന്നതല്ല ഇത്. കൂടുതൽ സമയം ഇവർ വെള്ളത്തിൽ തന്നെയാണ്. പിന്നെ രാത്രിയിലെ പറക്കാറുള്ളൂ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ പറന്നു പോയതിന് പകരം ഓടി എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നതാണ് ഇവരുടെ ഒരു പരിപാടി. നമ്മുടെ കയ്യിൽ നിന്ന് ഫുഡ് കിട്ടുമെന്നും പറഞ്ഞ് ചില സ്വാനുകൾ ഇങ്ങനെ കറങ്ങി അടിച്ച് നടപ്പുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിലൊന്നും ഇല്ല. പിന്നെ അടുത്ത് വരുമ്പോൾ അവരെ കാണാൻ നല്ല രസമാണ്. ഇവിടെ തന്നെ അനേകം സ്വാൻസ് ഉണ്ട്. നല്ല കിടിലൻ ലുക്കുള്ള സ്വാൻസാണ്. ഈ ലേക്കിൻ്റെ സൈഡും എല്ലാം നല്ല അടിപൊളിയാണ്. ചെറിയ ചെറിയ ഒരുപാട് പൂക്കളും പിന്നെ ഈ പക്ഷികളും എല്ലാം കൂടെ ചേർന്നൊരു മനോഹരമായ അന്തരീക്ഷമാണ്. ഇതിന് ചുറ്റും നടക്കാനും ഇവിടെ വന്നിരിക്കാനും ഒക്കെ അടിപൊളിയാണ്. നമ്മൾ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവും. സമയം സ്ലോ ഡൗൺ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. ന്യൂസിലാൻഡിൻ്റെ വെറ്റ്ലാൻഡ്സും പിന്നെ ലേക്സും ഒക്കെ ഈ ബ്ലാക്ക് സ്വാൻസിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഏരിയകളാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, അവരുടെ ചിറകുകൾ ഇങ്ങനെ മുകളിലോട്ട് പൊക്കി വെച്ച് ഇങ്ങനെ നീന്തുന്നതാണ്. ഇതിനെ മാൻഡ്ലിംഗ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് വലിപ്പം കൂടുന്ന പോലെയും അത് കാണിച്ച് മറ്റ് പ്രഡേറ്ററുകളെ പേടിപ്പിക്കാനും അവരുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനും പിന്നെ അവരുടെ ടെറിട്ടറി ഡിഫെൻഡ് ചെയ്യാനും ഒക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ പ്രധാനമായിട്ടും മറ്റ് സ്വാനുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എവിടെ വേണമെങ്കിലും നന്നായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ കഴിവുള്ള ജീവികളാണ് ബ്ലാക്ക് സ്വാൻസ്. അങ്ങനെ ലേക്ക് സൈഡിലൂടെ നടക്കുമ്പോഴാണ് പെട്ടെന്നൊരു ട്രെയിനിൻ്റെ ഒച്ച കേൾക്കുന്നത്. അത് ആ പരിപാടിക്ക് ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ സിഗ്നലാണ്. അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് എക്സൈറ്റ്മെൻ്റ് ആയി. ഇനി നമുക്ക് എൻട്രൻസിലേക്ക് പോകാം. ഈ പാർക്കിൻ്റെ അടുത്ത് വരെ ക്യൂവിൻ്റെ നീളം വളർന്നു. പക്ഷേ പതിയെ മൂവ് ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല ഹാപ്പിയും എക്സൈറ്റഡുമാണ്. അങ്ങനെ വരി നിൽക്കുമ്പോൾ തന്നെ ട്രാം വരുന്നത് നമുക്ക് കാണാം. അത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമായി, പ്രത്യേകിച്ചും കുട്ടികൾക്ക്. അതിങ്ങനെ ട്രാക്കിലൂടെ ഒഴുകിപ്പോയി. അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ഓരോ ട്രാമുകൾ വന്നുകൊണ്ടിരുന്നു.
പോകുന്ന വഴി ചില മ്യൂസിയം ബിൽഡിങ്ങുകൾ നമുക്ക് കാണാം. പിന്നെ ദൂരെ സ്കൈ ടവറും കാണാം. നടന്നു പോകുമ്പോഴൊക്കെ നമുക്ക് റോഡ് സൈഡിൽ ഈ ട്രീ കാണാം. ഇത് ന്യൂസിലൻഡിൻ്റെ ക്രിസ്മസ് ട്രീ ആണ്. പൊഹുത്തുക്കാവ സമ്മർ സമയം, അതായത് ഡിസംബറിലാണ് ഈ മരം പൂക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂസിലൻഡിൻ്റെ ക്രിസ്മസിൻ്റെ സിമ്പലായിട്ട് കാണിക്കുന്നത് എപ്പോഴും പൊഹുത്തുക്കാവ ട്രീയുടെ ഈ പൂക്കളായിരിക്കും. ഗേറ്റിന് പുറത്ത് നമ്മളെ വെൽക്കം ചെയ്യാനും കുട്ടികളെ കളിപ്പിക്കാനായിട്ട് എൽഫ്സിൻ്റെ വേഷങ്ങളൊക്കെ കിട്ടിയ ആളുകളുണ്ട്. അവർ കുട്ടികളുടെ ഫോട്ടോ എടുക്കുകയും ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യുന്നു. നമ്മൾ ഗേറ്റിനടുത്ത് എത്തിയപ്പോഴേക്കും ഒരുപാട് ലൈറ്റുകൾ തെളിഞ്ഞു. സൂര്യൻ പതിയെ അസ്തമിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്കൈയും ഈ അന്തരീക്ഷം മൊത്തം ഒരു പ്രത്യേക നിറത്തിലാണ് നിൽക്കുന്നത്. ഗേറ്റിനുള്ളിൽ കയറിയപ്പോൾ തന്നെ ആദ്യം നമ്മൾ കാണുന്നത് സ്റ്റീം എൻജിൻസ് ആണ്. 1-2 പഴയ സ്റ്റീം എൻജിൻസ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാഴ്ചയാണ്. അവരിത് നേരത്തെ കണ്ടിട്ടില്ല. വലിയ വീലും പോക്കോഴിലും കണ്ടിട്ട് അവരത് ചൂണ്ടിക്കാട്ടി ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. നമുക്ക് മുന്നോട്ട് നീങ്ങാം. പലരും ക്രിസ്മസിന് വേണ്ടിയുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടാണ് വരുന്നത്. അതിനടുത്ത് തന്നെ ഒരു ബിൽഡിങ്ങിന് മുന്നിൽ ഒരു ക്യൂ നമ്മൾ കണ്ടു. അത് സാന്റയുടെ വർക്ക്ഷോപ്പാണ്. അതിൻ്റെ ഉള്ളിലാണ് സാന്റാക്ലോസ് ഉള്ളത്. എന്നാൽ നമുക്കത് കണ്ടു കളയാം. അങ്ങനെ വിട്ടുകൊടുത്തില്ല. നമ്മളും സാന്റയുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തു. ഇനി നമുക്ക് ട്രാമിൽ കയറാൻ പോവാം. പ്രതീക്ഷിച്ച പോലെ അവിടെയും നല്ല ക്യൂ ഉണ്ട്. നമ്മൾ നടന്നു നീങ്ങുന്നത് ഒരുപാട് മ്യൂസിയങ്ങളുടെ മുന്നിലൂടെയാണ്. പഴയ കാറൊക്കെ അവിടെ കാണാം. പക്ഷേ ക്യൂ വലുതാവുന്നതുകൊണ്ട് അവിടെ കയറാൻ സമയമില്ല. നമുക്ക് നേരെ ട്രാമിലോട്ട് കയറാൻ പോവാം. അങ്ങനെ ഓരോരോ ട്രാമുകളായി വന്നു ആൾക്കാരെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. നമ്മൾ നമ്മുടെ ഊഴത്തിനായി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. എല്ലാവരും ഇത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി ട്രാമിനുള്ളിലേക്ക് കുറച്ച് ആൾക്കാരെ കയറ്റത്തുള്ളൂ. ഓരോ തവണ ഇത്ര ആൾക്കാരെ കയറ്റി കംഫർട്ടബിളായിട്ട് കൊണ്ടുപോകത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് സമയം എടുത്താലും നമുക്ക് സന്തോഷമായിട്ട് യാത്ര ചെയ്യാം. അങ്ങനെ അവസാനം നമ്മുടെ ഊഴം എത്തി. കണ്ടക്ടറും സ്റ്റാഫും ആൾക്കാരെ ഇങ്ങനെ എണ്ണ എടുത്ത് കയറ്റുകയാണ്. 1902 മുതലാണ് ഓക്ലൻഡിൽ ട്രാം സർവീസ് ആരംഭിച്ചത്. പിന്നെ 1956 ആയപ്പോഴത്തേക്കും ബസ്സുകളും കാറുകളൊക്കെ കോമൺ ആയി. അങ്ങനെ കാറും ബസ്സുമൊക്കെ ട്രാമിനെ റീപ്ലേസ് ചെയ്തു. അങ്ങനെ നമുക്ക് നമ്മുടെ സീറ്റ് കിട്ടി. ട്രാമിനകത്ത് കൂടുതലും ഫാമിലീസാണ്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രാമിൽ നിന്ന് ഇറങ്ങി മറ്റ് കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ കൂടുതലും കുറച്ച് ഹിസ്റ്റോറിക് ബിൽഡിങ്ങുകളുണ്ട്. അതെല്ലാം നല്ലോണം ലൈറ്റപ്പൊക്കെ ചെയ്ത് ഭംഗിയാക്കി നിർത്തിയിട്ടുണ്ട്. ഈ ഹിസ്റ്റോറിക് ബിൽഡിങ്ങിൽ ആരുടെയോ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി നടക്കുന്നുണ്ട്.
പിന്നെ കുറച്ച് വിൻറ്റേജ് ട്രാക്ടറുകളൊക്കെ നമുക്ക് കാണാം. പഴയ ട്രാക്ടറുകൾ മാത്രമല്ല, ബസ്സുകളും ഡ്രാമുകളും ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി കൂടുതൽ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇത്രയും ആൾക്കാരെ ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷെ ഓവർ തിരക്കില്ലാത്തതുകൊണ്ട് നല്ല രസമുണ്ട് എല്ലാം കണ്ടുകൊണ്ട് നടക്കാൻ. ഓരോ സ്ഥലങ്ങളിലായിട്ട് ഓരോ പെർഫോമൻസ് നടക്കുന്നുണ്ട്. ചിലയിടത്ത് ഇൻസ്ട്രുമെൻ്റലായിരിക്കും, ചിലയിടത്ത് ക്രിസ്മസ് കരോളുകൾ പാടുന്നു, ചിലയിടത്ത് വയലിൻ്റെ പെർഫോമൻസ് ഒക്കെ നടക്കുന്നു. മൊത്തത്തിൽ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എയറിലിങ്ങനെ പാട്ടൊക്കെ കേട്ട് നടക്കാൻ നല്ല രസമാണ്. ഇവിടെ കുറച്ച് അമേരിക്കൻ മെയ്ഡ് ട്രാക്ടേഴ്സും പഴയ കാറൊക്കെ ഉണ്ട്. കൂടുതലും വേൾഡ് വാർ 1 സമയത്ത് ന്യൂസിലൻഡിലേക്ക് കൊണ്ടുവന്നതാണ്. ഇനി തിരിച്ചു പോകാനുള്ള സമയമായി. അതിനു മുന്നേ ഇവിടെ ഒരു വയലിൻ പെർഫോമൻസ് ഉണ്ട്, അതുകൂടെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് നടക്കുമ്പോൾ നമുക്ക് എയറിലിങ്ങനെ വയലിൻ്റെ സംഗീതം കേൾക്കാം. സ്ട്രീറ്റ് ലൈറ്റിൻ്റെയും ചന്ദ്രൻ്റെയും വെളിച്ചത്തിൽ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ പതുക്കെ ആ വയലിൻ്റെ സംഗീതം മറയുന്നു. അങ്ങനെ ഈ മനോഹരമായ ഈവനിങ്ങിൻ്റെ അവസാനമായി. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.